വിശ്വനാഥ കാത്തുകൊള്ളണമേ എന്ന വഞ്ചിപ്പാട്ടുപാടിയാണ് പള്ളിയോടങ്ങളുടെ നാടായ കോഴഞ്ചേരി മാരമൺ സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ വഞ്ചിപ്പാട്ട് മത്സരത്തിനെത്തിയത്. കഴിഞ്ഞ 3 വർഷവും മാരമൺ സെന്റ് മേരീസ് സ്കൂളിനായിരുന്നു വഞ്ചിപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ്. വഞ്ചിപ്പാട്ട് മത്സരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 10ാം വേദിയിൽ പുരോഗമിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ വഞ്ചിപ്പാട്ട് മത്സരം പാടിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ നിന്നും, അതായത് ആറന്മുള ഉൾപ്പെടുന്ന കോഴഞ്ചേരിയിൽ നിന്നാണ് ഈ മാരാമൺ സെൻറ്റ് മേരീസ് സ്കൂളിലെ കുട്ടികൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ടീച്ചറുണ്ട്. ടീച്ചറെ ഇവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗേൾസ് സ്കൂൾ ആണെങ്കിലും കലാപരമായിട്ടെല്ലാ സാഹചര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കാറുണ്ട്. വഞ്ചിപ്പാട്ട് മത്സരം ഒരു മത്സര ഇനമാക്കിയപ്പോൾ ഞങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പെൺകുട്ടികളാണെങ്കിലും കൂടുതൽ ഇത് പുരുഷാധിപത്യമുള്ളൊരു മത്സര മേഖലയാണ്. എങ്കിലും ഞങ്ങളുടെ പെൺകുട്ടികൾ, ചുണക്കുട്ടികളായ പെൺകുട്ടികൾ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചാണെങ്കിൽ ഈ സ്കൂൾ നിൽക്കുന്ന അവിടെ തന്നെ ഏകദേശം എത്രയധികം പള്ളിയോടങ്ങളുണ്ട്? മാരാമൺ, ചിറയിറമ്പ് എല്ലാം ഏകദേശം 56 പള്ളിയോടങ്ങളാണ് ആറന്മുളയിലുള്ളത്. അതിൽ ഏകദേശം ഒരു 10-15 പള്ളിയോടങ്ങളുടെ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്കൂളിൽ. സ്കൂൾ നിൽക്കുന്നതിനടുത്ത് തന്നെ 2 പള്ളിയോടമുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യം. അതിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൈതൃകത്തെ മറക്കാതിരിക്കുക, ആ പൈതൃകം വരും തലമുറയിലേക്ക് പകരുക എന്നുള്ളൊരാശയം കൂടെ നമ്മൾ ഈ വഞ്ചിപ്പാട്ട് മത്സരത്തിലൂടെ, കാരണം ഇത് ആറന്മുളക്കാരുടെ സ്വന്തമായിട്ടുള്ള ഒരു തനത് പ്രക്രിയയാണ്. അത് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ വള്ളവും ഇതുമൊക്കെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടുകൂടാണ് ഇത് പരിശീലിപ്പിച്ച് കുഞ്ഞുങ്ങളെ എല്ലാ വർഷവും കൊണ്ടുവരുന്നത്. 4ാം തവണയും എ ഗ്രേഡ് കിട്ടട്ടെ. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറം തിരൂരെന്ന് പറയും. എൻ്റെ പേര് മനു എന്നാണ്. ഞാൻ 12 വർഷമായിട്ട് വഞ്ചിപ്പാട്ടിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ആറന്മുള വഞ്ചിപ്പാട്ടിൽ ഒരു വള്ളവും വഞ്ചിയും കാണാത്ത ഒരു മലപ്പുറംകാരൻ വഞ്ചിപ്പാട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭഗവാൻ തന്നൊരു അനുഗ്രഹമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ഇതൊരു ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ഒരുപാട് ആൾക്കാരെ പഠിപ്പിക്കുന്നവരുണ്ട്. അതിന് ഒരു അവസരം തന്ന ടീച്ചേഴ്സിനോടും പിന്നെ ഞങ്ങളെ കൂടെ വരാത്തൊരു ടീച്ചറുണ്ട്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ടീച്ചറുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് അങ്ങ് തന്നതിന് വളരെ നന്ദി. പിന്നെ എൻ്റെ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് ആറന്മുളയിൽ, ഇവരാണ് അവരൊക്കെ. അപ്പോൾ എല്ലാ സപ്പോർട്ടും കൊണ്ടും നന്നായി പാടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ നല്ല പിള്ളേരാണ് ഇവർ സമയം നോക്കാണ്ട് ഞായറാഴ്ച ശനിയാഴ്ചകളിലെല്ലാം വന്ന് പ്രാക്ടീസ് നടത്തും. ടീച്ചർമാർ അതിനുവേണ്ടി മാത്രമായിട്ട് വരും, ക്ലാസ്സില്ലാത്ത ദിവസങ്ങൾ വരും. അപ്പോൾ ഇതൊരു ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഒരു മലപ്പുറംകാരൻ ഒരു ആറന്മുള വന്നിട്ട് ഒരു വഞ്ചിപ്പാട്ട് പഠിപ്പിക്കുക, അതിൽ ഞാൻ 100% ഓക്കെ ആയി ഞാൻ വിശ്വസിക്കുന്നു. അത് കുട്ടികളും ഓക്കെ ആണോ എന്നൊരു സംശയം. ഓക്കെ ആണോ നിങ്ങൾ? ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം തന്ന ടീച്ചേഴ്സിനോടും സ്കൂൾ മാനേജ്മെൻറ്റിനോടും എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആറന്മുളയിലുള്ള എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എ ഗ്രേഡ് കിട്ടുമോ? നമ്മളെ പേര് പറഞ്ഞാൽ. തീർത്ത, നിധിയ, അനീറ്റ, ഋഷിക, അമാന, പ്രിൻസി, അപർണ, അൻഷിക, അനാമിക.
പുഷ്പ, ആര്യ, ബീന. അങ്ങനെ വിശ്വനാഥൻ ഇവർക്ക് തുണയാകട്ടെ. ആറന്മുളയിൽ തന്നെ വന്നിട്ടുള്ള ഈ കോഴഞ്ചേരി സെൻറ്റ് മേരീസ് സ്കൂളിലെ കുട്ടികൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇപ്പോൾ 3 വർഷം തുടർച്ചയായിട്ടാണ് വഞ്ചിപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയിട്ടുള്ളത്. 4ാം വർഷവും ഇവർക്ക് വിശ്വനാഥൻ തുണയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.